മലയാലപ്പുഴ ദേവീക്ഷേത്രം. என்னைக்கு தெற்கு இருக்குமா? பார்த்துட்டு வாங்க. പിന്നെയും പ്രദക്ഷിണയ്ക്ക് പേരിക്കാവുള്ള പിന്നെ കേൾക്കണ്ടമ്മ നമുക്കും പോലെ വാങ്ങോ നമ്മൾ എന്നെ കൊണ്ടൊന്നും പറ്റാതെ ഇനിയൊന്നും പോലെ ഞാനൊന്നും അല്ല ഉള്ള നേരത്തെ വീടൊക്കെ പോയപ്പോ പോലെ വേഗം ആത്തിക്ക് പോയി സാരിയിൽ അയച്ചു പോട്ട് അടവിയില് ഞങ്ങള് അടവി എക്കോ ടൂറിസം കൊട്ടവഞ്ചി സവാരി അടവിയില് കാടിന്റെ കാടിന്റെ നടുവില് നടുവില് മനോഹരം. ഫോട്ടോ എടുത്ത് തരുക എല്ലാവരും. അങ്ങനെ തിരക്കൊന്നും വരാറില്ല അല്ലേ? വെക്കേഷൻ ടൈമിൽ തിരക്കുണ്ടാവും അല്ലേ? ഓ അല്ല ഞാൻ ഓഫീസറെ വിളിച്ചു പറഞ്ഞു തിരക്കൊന്നുമില്ല വന്നോളൂ. അവളുടെ ഇങ്ങനെ പാക്കറ്റല്ലേ റേഞ്ച് ഓഫീസറെ വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ റേഞ്ച് ഓഫീസർ അറിയില്ല. ഞാൻ ഇടുക്കിയിലെ അഡീഷണൽ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടേക്ക് ഞാൻ പെൻഷനായി 5 വർഷമായി. ഇവര് ബാങ്കിലായിരുന്നു. ഇവര് കുറച്ച് കോളേജിൽ ഞങ്ങൾ സഭയിലെ ആൾക്കാർ ഞങ്ങൾ അമ്പലം വന്നു ചെങ്ങന്നൂര് പന്തള. അപ്പൊ ഉച്ചയോടുകൂടി കഴിഞ്ഞ് ഇനിയിപ്പോ അമ്പലം തുറക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോവാം. അതെ, എന്നിട്ടൊരു രാത്രിയാകുമ്പോ ഇവിടെത്തിയാൽ മതി. ഇന്നോവയില വന്നത്. അപ്പൊ ഞാൻ ഇവരെ പിടിച്ചോണ്ട് വന്നതാ. ഇതാ കറക്കറായിരിക്കും. അപ്പോൾ കറക്കുക കറക്കറ ഒരു റൗണ്ട് കറക്കുക. നമ്മളോട്ട് കറക്കുവാന്ന്. അത് എല്ലാത്തിനും ഉണ്ട്. ഞാൻ കാലാപ്പനി ഷൂട്ട് ചെയ്യുന്നിടത്ത് പോയിട്ടുണ്ട്. വേലൂർ അലബേട് കർണാടകയിൽ. അവിടെ ഇതുപോലെ കറക്കും. റിലാക്സ്ഡാ. അതെ, എനിക്ക് ധൈര്യമില്ല ചാഞ്ഞിരിക്കാനൊന്നും. ചാഞ്ചുമ്പോ ഒന്നും ആവാത്. മാമി തൂങ്ങിക്കോ. ഉച്ചക്കൊന്നും അങ്ങനെ ചൂടുണ്ടാവില്ല അല്ലേ? അതെ അതെ. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ വെയിലല്ലേ? ഞങ്ങൾ നേപ്പാളിലെ പോനപ്പോ ഇപ്പിടി പോനോ. അത് കഴിഞ്ഞിട്ട് അങ്ങ ഇതില്ല നമ്മളെ കറുവപ്പട്ടയോട് തോട്ടത്തിലുള്ള പോയിട്ട് എല്ലാം കറുവപ്പട്ട മരം കാണും. എന്നിട്ട് കറുവപ്പട്ടയെല്ലാം വാങ്ങിട്ട് വന്നോ ഞങ്ങൾ. അല്ല ഉണങ്ങിനത് വെച്ചിരിക്കാം. എന്താ ചുരുൾപ്പട്ടയായിരിക്കും, ചുരുളായിരിക്കും. നല്ല മധുരമൊക്കെ അത് വെള്ളത്തിലെപ്പെട്ട മരുന്നും ശരിക്കും അതാക്കുമ്പോ മെഡിസിൻ കറുവപ്പട്ട. അതെയോ? എല്ലാം ഉണ്ട്. വേണമെങ്കിൽ ഇറങ്ങി വരാം. പിന്നെ കാണാനുള്ളത് ആനക്കൂട്. ഇത് വെള്ളം നമുക്ക് ഇടുപ്പിന്റെ അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? വെള്ളം കുറവല്ലേ? ഓ ഓ ഓ ഓ ഓ ചിലത് വെള്ളം തെളിഞ്ഞു കാണണ്ട്. ഓ ഓ
ഈ കറുത്ത് കിടക്കുന്നതൊക്കെ പാറ സൈസ് പായൽ പിടിച്ചു. ഓ മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല. മലയാളം അത്രേ ഉള്ളൂ, അല്ല മറ്റു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലേ 5 മണി വരെ അല്ലേ? 5:30 വരെ ടിക്കറ്റ് കൊടുക്കും. 9 തുടങ്ങി 5:30 വരെയാ? 9:30. 9:00 8:30. ഇത് എത്ര അരമണിക്കൂറുണ്ടോ? ഇത് അരമണിക്കൂർ. പിന്നെ കുറച്ച് സാർ വന്നിട്ട് കയറിയിട്ടുണ്ട് ഇവിടെ. സാർ കയറിയിട്ടുണ്ട് ഇവിടെ വന്ന്. ഞാൻ ഇവിടെ കയറിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലത്ത് പോകും. നേരത്തെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല. പക്ഷെ കൊട്ടവഞ്ചി കയറിയിട്ടുണ്ട്. ഞാൻ പറയും ലോകണക്കിൽ കയറിയിട്ടുണ്ട്. വേലൂർ അലപട് കാലാപ്പാനി ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. മൂന്നാറിലെ മറ്റേ മോട്ടോർ ബോട്ട് അപ്പൊ പോനും അത് മാട്ടുപ്പെട്ടി സ്പീഡ് ബോട്ട് അങ്ങനെയൊക്കെ പോകും. പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ പന്തളം വന്നപ്പോ അതിന്റെ അടുത്ത സ്ഥലം അങ്ങനെ വന്നു. അപ്പൊ ഇനി വേണമെങ്കിൽ ഒരു 10 രൂപ വരെ കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കണം. അപ്പൊ രാവിലെ ഭക്ഷണം കൊണ്ട് വന്നാല് ഇവിടെ ഉണ്ട്. കാശ് വെക്കുന്നതേ ഉള്ളൂ. അല്ല സ്വന്തമായിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഈ വെജിറ്റേറിയൻ ആണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണം പറ്റില്ല. അപ്പൊ അവിടുന്ന് കുറച്ച് കൊണ്ടുവന്നാല് ഒരു ടെമ്പോയിൽ ഒരു 10, 18, 20 പേര് വന്നാ ഇവിടെ ഇഷ്ടം പോലെ കൊട്ടവഞ്ചി ഉണ്ടല്ലോ പോവാനോ. പിന്നെ ആനക്കൂടും കാണാം 1 മണിക്കൂർ. പിന്നെ എന്തോ മ്യൂസിയം ഉണ്ടോ പറഞ്ഞു. പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടോ പറഞ്ഞു. ഇതെല്ലാം കാണാലോ. പിന്നെ കുറച്ചു അപ്പുറത്തൊരു വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് അല്ലേ? പെരുന്തേനരുവിയാ. അത് കുറെ പോണോ? ഇവിടെ തന്നെ കാണാലോ. ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. ഞങ്ങളെ ഈ അവധി ശനി ഞായർ പൊതു അവധിയിലൊക്കെ ഞങ്ങൾ 25 പേരാവുള്ളൂ. അല്ല വർക്കിംഗ് ഡേ ഒക്കെ ഞങ്ങൾ 14 പേര്. അത്രേ ഉള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ തിരക്ക് കുറയും. വർക്കിംഗ് ഡേ വന്നാൽ ആരും ഉണ്ടാവില്ല. അതാണ് സുഖം. ആൾ വരും, പഴയ അത്രയും ഉണ്ടാവില്ല. പക്ഷെ എല്ലാരും ഈ ജോലിക്കാരൊക്കെ പ്രായമായ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകണമെന്നൊരു തോന്നലുണ്ടല്ലോ. ഞങ്ങള് അമ്പലങ്ങളൊക്കെ പോവും. ഞങ്ങള് ഡാൻസ് ഒക്കെ കളിക്കും. ഞങ്ങളുടെ പഴയ കാലത്തൊക്കെ ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പരിപാടി ആരോഗ്യമൊക്കെ നിലനിർത്തി പോകുന്നു. അതെ അതെ. ഡാൻസ് പറഞ്ഞാൽ അങ്ങനെയല്ല, പഴയ തിരുവാതിരക്കളി പോലത്തെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. 3 ദിവസം പരിപാടിയാണ്. അമ്മ എന്തുവായിരുന്നു നേരത്തെ ബാങ്കിലെ ജോലിയോ? അപ്പൊ ഞങ്ങളിങ്ങനെ അവതകരിക്കാം. ഗരുഡൻ കല്യാണമാവ് ഗരുഡനെയും കണ്ടു. നല്ല ശുഭ സൂചകമായി. മോള് കണ്ടു പോയി വന്ന് പോയി. ഒരു റൗണ്ട് ആണോ? അല്ല അവിടെ വരെ അതുവരെ പോയിട്ട് റൗണ്ട് ഇറങ്ങണമെന്ന് പറയാൻ കറക്കുന്നതാ. പറഞ്ഞാലേ കറക്കത്തുള്ളൂ. കറക്കലാം. നമ്മൾ പിടിച്ചിട്ടുണ്ടോ അവര് കണ്ണ മുടിയിട്ടുണ്ടോ അവര് ഒരു കറക്കം കറക്കുക. അങ്ങ് കറക്കണവര് ഒന്ന് അതായത് വീഡിയോ കറക്കായിട്ടില്ലേ. കുറച്ചും കൂടി പോണം. അതുവരെ പോയിട്ട് കറക്കാം. അതെ. സെൽഫി സ്റ്റിക്ക് എല്ലാം വാങ്ങിക്കൊണ്ട് ഞാൻ ചുമന്നുകൊണ്ട് വരണ്ടായിരുന്നു. ആലും പാട്. ഞാനും ഒന്നും ഇപ്പൊ ഒന്നും ഞാൻ എടുക്കാറില്ല. നമുക്ക് സ്ട്രെയിൻ ആവരുത് കണ്ണുക്കുമില്ല. കാണാൻ പോലെ എല്ലാം കാട്ടിയിട്ട് എല്ലാരും കൊല്ലം കോടയും കല്ലാർ പമ്പയിലോട്ട് ഇത് അങ്ങോട്ട് തീർത്ത് വനമാണ്. ആള് താമസമൊന്നുമില്ല. തമിഴ്നാടിന്റെ വനമായിട്ട് ചേർന്ന് നടക്കും. ഇതൊരു 10-50 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വലിയ മേട്ടും പുറക്കണം പുൽമേടുകളൊക്കെ. ഗവി ഇങ്ങനെ ഇങ്ങോട്ട് പാക്കേജ് പല പാക്കേജാണ്. നമ്മുടെ KSRTC ഉണ്ട്. ബസ് ഉണ്ടോ? നേരിട്ടില്ല. അത് KSRTC പാക്കേജിൽ വരുന്ന ബുക്ക് ചെയ്ത് കയറി അവർ നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനെയുള്ളവരെ കയറ്റിക്കൊണ്ടിരുന്ന പാക്കേജ് ആകുമ്പോൾ കൊട്ടവഞ്ചി കയറി ഇങ്ങനെ പോകാനുള്ള രീതി വരുന്നു. അത് പത്തനംതിട്ട കേരളത്തിൽ എല്ലാം ഇപ്പൊ ഒന്നുണ്ട്. അല്ല ഇവിടെ നിന്ന് ഇനി ഒരു ദിവസം ഗവി പോയി വരാൻ എന്തോ കണ്ടു. രാവിലെ പോയിട്ട് വൈകുന്നേരത്തെ വരുന്നവരാ രാവിലെ പോയി തിരിച്ച് അങ്ങോട്ട് വരുന്ന 9 മണിക്ക് വരും. എന്നിട്ട് ഇവിടെ താമസിക്കാൻ. ഇവിടെ എന്തോ ട്രീ ഹട്ടോ രാവിലെ ഒരു 8:30 ട്രീ ഹട്ടൊക്കെ ഉണ്ടല്ലോ. ട്രീ ഹട്ട് ഉണ്ടല്ലേ താമസിക്കാൻ. അതിൽ ഒരു റൂമിൽ 4 പേര് താമസിക്കാം.
4 പേര് താമസിക്കില്ല. ഇപ്പൊ റിപ്പയർ പണിയായിട്ടിരിക്കുക. അത് നമ്മുടെ കേടുപാടുകളാണ്. മറ്റു മാടമായിരിക്കും. 5 മാടമുണ്ട്. 5 എണ്ണം ഉണ്ട്. അപ്പൊ 5, 4, 20 പേർക്ക് താമസിക്കാം. 20 പേര് വന്നാ നമ്മള് 10 ജെന്റ്സും 10 ലേഡീസും വന്നാ 2 എണ്ണം ഇവരെ താമസം. നന്നാ പിടിച്ചു കറക്കണമാ 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 70-ന്റെ അടുത്താണ്. ആ ഞങ്ങള് എനിക്ക് കറക്കിങ്ങോ 62. അത്രേ ഉള്ളൂ. ഇവർക്ക് 69. 64 അങ്ങനെയൊക്കെ ഓരോ റേഞ്ച്. ജയശ്രീക്ക് 60 ആയിട്ടില്ല. 60 ഒരാൾ 60. ജയശ്രീക്കായിരിക്കും 60. ഒരാളെ കണ്ണൊക്കെ അടച്ചിരിക്കുന്നു. ഇതിലെ സീനിയർ മോസ്റ്റ് ലളിതാ മമ്മിയാക്ക്. ആമാ നിങ്ങളവിടെ പിരിച്ചാലെടുത്താ ഏക്ക് 62 താൻ ഞാൻ താൻ സീനിയർ മമ്മി. ലളിത അനന്തനക്ക് 67 67 കുറച്ച് പേര് ഡൈ ഉണ്ട്, കുറച്ച് പേര് ഡൈ 67 ലക്ഷ്മി ഇവിടെ 2 വയസ്സ് അപ്പൊ 65 അത് 5 ലക്ഷ്മിക്ക് 67 2 വയസ്സ് ചിന്ന ചെന്നാളെ. ലക്ഷ്മി മുരുകന അല്ല എങ്ക ലക്ഷ്മി എന്നോട് താത്തന അവളെ ഒന്നിച്ച് പഠിച്ചു. അവളൊക്കെ കറങ്ങിക്കഴിഞ്ഞാച്ചാ കറക്കിയാച്ചാ ഡ്രൈവറൊക്കെ നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. അയ്യപ്പ സ്വാമി എന്നോട് മൂഞ്ചി കാണാതെ അത് നല്ല എക്സ്പീരിയൻസ്. നല്ല കുട്ടമഞ്ചി എക്സ്പീരിയൻസ്. നീങ്ങളെവിടെ വരും വാഴെടുത്താച്ചി ഇതിലെടുക്കണം മമ്മിയെ കാടില്ല. அந்த സൈഡ് എടുക്കണേ. ആ അതെല്ലാം സജീവൻ നല്ല രസമുണ്ട്. നീ അനങ്ങപ്പെടാതെ അനങ്ങാവ ഇവിടുന്ന് ഇങ്ങനെ കൈ വെക്കാനായിട്ട് കൈ മാറ്റി ചേട്ടനെ കൊണ്ട് എടുക്കാം. നീ അവളെടുത്തിയാ? അവളെടുത്തത് എപ്പോ എടുക്കുക? അതാ പറ. നമ്മൾ വഞ്ചിയില് പുറത്തേ അവ ചുറ്റുപാളെ വെടിയേക്കാം. അടിപൊളി സാരി. സീരിയസ് സീരിയലുകാര് എന്റെ മെയിൻ രസം. നല്ല വെയിലും ഇല്ല. അതാക്കും നല്ല കൂളായിരിക്കും. എത്ര നേരം? ഹാഫ് ആൻ അവർ. അരമണിക്കൂറുണ്ടായിട്ടാ. ഇത് എവിടെ വരെ പോവും? ചെറിയ ഓട്ടം. ഇതിപ്പോ എന്നെ സ്ഥലം കോന്നി. കോന്നി അടവി വേറെ സാധനങ്ങൾക്ക് പോട്ടിരുന്നാണ്. നിന്റെ പക്കം പെടുത്തല തിരുമ്പ പെട്രോളില്ല പേടിയാറ് തിരുമ്പറത്ത്. അതിലുണ്ട് എനക്ക് എടുക്കാൻ പറ്റാത്. കഴുത്തിലേക്ക് കൊണ്ടിട്ട് ആണെങ്കറല്ല വെള്ളം അധികം ഇല്ലല്ലേ? മഴക്കാലത്ത് കൂടുതൽ വരുമോ? ഞായറാഴ്ച മാത്രമേ ഇത്ര തിരക്കുള്ളൂ അല്ലേ? ദിവസം ഉണ്ടല്ലോ ഇതല്ലേ? വൈകുന്നേരം 5 മണി വരെയോ? 5 വരെ. അപ്പോഴേക്കും ആന വരും.
അത്രേ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ്. എന്താണ് എന്താ സാധനം ഉണ്ടേ? അയ്യോ എന്താ അയ്യോ നിങ്ങൾ നേരത്തെ പൊക്കോളൂ അല്ലേ?